ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഇന്ന് ഏപ്രിൽ 1 അപ്പോൾ ഏപ്രിൽ 1 പൊതുവേ നമ്മൾ അങ്ങനെ ആഘോഷിക്കുന്നത് അറിയപ്പെടുന്നതൊക്കെ വിഡ്ഢിദിനം, ലോക വിഡ്ഢിദിനം എന്ന പേരിലാണ്. അതോടൊപ്പം സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന ട്രോളുകളാണ് RSSൻ്റെ സ്ഥാപക നേതാവായ എഡ്ഗേവാറിൻ്റെ ജന്മദിനം കൂടിയാണ് ഏപ്രിൽ 1 ഉള്ളത്. അപ്പോൾ ഇന്ന് നമുക്കൊരു ചർച്ച RSSനെ പറ്റി തന്നെയാകും. തീർച്ചയായിട്ടും അതിൻ്റെ രൂപീകരണം, പിന്നീടുണ്ടായ മാറ്റങ്ങൾ, ഇപ്പോഴത്തെ അവസ്ഥ, അതിനെക്കുറിച്ച് പറയാമോ? ഇപ്പോൾ RSS എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ രൂപീകരണം, ആ രൂപീകരണത്തോട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്ത്യയിലെ വംശീയമായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ വംശീയ രാഷ്ട്രീയത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്നാണ് ഇത്തരമൊരു ആശയം ഉണ്ടാകുന്നത്. അപ്പോൾ RSSൻ്റെ രൂപീകരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1925 സെപ്റ്റംബർ മാസം 27 നാഗ്പൂരിൽ വെച്ചാണ്, വിജയദശമി നാളിലാണ് അത് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ആ തുടക്കത്തിലേക്ക് നയിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയിലുണ്ടാകുന്ന വംശീയമായിട്ടുണ്ടാകുന്ന ഒരു ചിന്താഗതി തന്നെയാണ്. നമുക്കറിയാം ഈ ആര്യസമാജം എന്ന് പറയുന്ന ഒരു സംഘടനയെ പറ്റി അല്ലെങ്കിൽ നവോത്ഥാനത്തോടൊക്കെ ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കുന്ന ഒരു സംഘടനയാണ് ആര്യസമാജം എന്ന് പറയുന്നത്. ആര്യസമാജത്തെ നമ്മൾ ഇന്നും പ്രകീർത്തിച്ചുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് ആര്യസമാജം പോലുള്ള ഒരു സംഘടനയെ അല്ലെങ്കിൽ ആര്യസമാജം പോലുള്ളവരുടെ പ്രവൃത്തികളെ നിശ്ചിതമായ രീതിയിൽ നമ്മൾ കാണുന്നില്ല അല്ലെങ്കിൽ വിമർശന ബുദ്ധിയോട് നമ്മൾ എന്താണ് സമീപിക്കാതെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആര്യസമാജം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് തീവ്രമായ ഹൈന്ദവ ചിന്താഗതി തന്നെയാണ്. പക്ഷേ അത്തരമൊരു ആശയമാണ് അവർ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള യാതൊന്നും തന്നെ പഠന വിഷയങ്ങളിലോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന സ്ഥാപനങ്ങളിലോ നമ്മൾ ചർച്ച ചെയ്യാറില്ല. എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ഈ കാലഘട്ടത്തിൽ പോലും RSSനെ വിമർശിക്കാറുണ്ട്. അതുപോലെ തന്നെ RSS നിരോധിക്കണമെന്ന് പോലും ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങൾ, അതായത് പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാകട്ടെ അതുപോലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇത്തരമൊരു ചിന്താഗതിയുടെ പിന്നിൽ സഞ്ചരിക്കുന്നവരാണ്. പക്ഷേ RSSൻ്റെ എല്ലാം ഉദയത്തിന് കാരണമായിട്ടുള്ള അതിൻ്റെ ചരിത്രം തേടി പോകുമ്പോൾ അത് ചെന്നെത്തുന്നത് ദയാനന്ദ സരസ്വതിയോട് ബന്ധപ്പെട്ട് വരുന്ന ആര്യസമാജത്തിൽ തന്നെയാണ്. ആര്യസമാജം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, പ്യൂറായിട്ടുള്ള ഒരു ബ്രാഹ്മണിക്കൽ സൊസൈറ്റി ഇന്ത്യയിൽ നിലനിർത്തുക എന്ന് പറയുന്ന ആശയമാണ് ആര്യ സമുദായം അല്ലെങ്കിൽ ഈ പറയുന്ന ആര്യസമാജം മുന്നോട്ട് വെക്കുന്നത്. വേദങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വലിയൊരു സമൂഹം, വളരെ മഹത്തരമായ ഒരു സമൂഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നെന്നും അപ്പോൾ നിലനിൽക്കുന്ന ഹിന്ദു സമൂഹത്തെ നവീകരിച്ച് ആ വേദകാലഘട്ടത്തിന് തുല്യമായ ഒരു സമൂഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആര്യന്മാരുടെ സമൂഹം അല്ലെങ്കിൽ ആര്യസമാജം ഉണ്ടാകുന്നത്. അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നത് തീവ്രമായ ഒരു വർഗീയത തന്നെയാണ്. മതം മാറിയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. മതം മാറിയായിട്ടുള്ള ക്രിസ്തു മതത്തിലേക്ക് മാറിയിട്ടുള്ളവരുണ്ട്, ഇസ്ലാം മതത്തിലേക്ക് മാറിയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരെയെല്ലാം ഈ ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവരിക, ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവന്ന് ഹിന്ദുമതത്തിൻ്റേതായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ദയാനന്ദ സരസ്വതി മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തമായ ഒരു പുസ്തകം എന്ന് പറയുന്നത് 1875 പ്രസിദ്ധീകരിക്കുന്ന സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന പുസ്തകമാണ്. അതിൽ 13ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് വേറെ ഒന്നുമല്ല, അതിൽ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ക്രിസ്തുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ ആചാരങ്ങൾ, അവരുടെ അനുഷ്ഠാനങ്ങൾ, അവരുടെ സംസ്കാരത്തെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ 13ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിനോട് ചൂട് പിടിച്ചുകൊണ്ടാണ് പിന്നീട് ആര്യസമാജത്തോട് ബന്ധപ്പെട്ട് വരുന്ന പല വ്യക്തികളും ന്യൂനപക്ഷങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന മുസ്ലിങ്ങൾക്കെതിരെയും ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്കെതിരെയും അവരുടേതായിട്ടുള്ള എഴുത്തുകൾ ഉണ്ടാകുന്നത്. ലേഖ്രാം എന്നറിയപ്പെടുന്ന ആര്യസമാജികനായിട്ടുള്ളൊരു വക്താവുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളെന്ന് പറയുന്നത് കൊള്ളക്കാരുടെയും അതുപോലെ തന്നെ അടിച്ചമർത്തലുകളുടെയും മതമാണെന്നാണ് പറയുന്നത്. ആ മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരെയെല്ലാം ഇന്ത്യയിൽ ഒഴിവാക്കണമെന്നൊരു ചിന്താഗതി ആര്യസമാജത്തോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ വക്താക്കൾ എല്ലാ കാലത്തും നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ക്രിസ്തു മതത്തോട് ബന്ധപ്പെട്ടവരാകട്ടെ അല്ലെങ്കിൽ ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ടവരാകട്ടെ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ആളുകളെ അവരുടെ പൂർവ്വമതത്തിലേക്ക് അല്ലെങ്കിൽ ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശുദ്ധികർമ്മങ്ങൾ അതാദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന ആര്യസമാജമാണ്. അപ്പോൾ ശുദ്ധികർമ്മം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹിന്ദുമതത്തിലേക്കുള്ള ഒരു മതപരിവർത്തനം യാതൊരു നിലയ്ക്കും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഹിന്ദുമതത്തിൽ അങ്ങനെ ഒരു രീതി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഹിന്ദുമതത്തിൽ അങ്ങനെ ഒരു രീതി ഇല്ല എങ്കിൽ തന്നെയും മതം മാറിപ്പോയിട്ടുള്ള ആൾക്കാരെ പൂർവ്വമതത്തിലേക്ക് കൊണ്ടുവന്ന് ഹിന്ദുമതത്തെ ശക്തിപ്പെടുത്തുക എന്നൊരു ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു താല്പര്യം കൊണ്ടുവരുന്ന ആര്യസമാജമാണ്. ആ ആര്യസമാജത്തോടൊക്കെ ബന്ധപ്പെടുത്തി വരുന്ന ചിന്താഗതിയുടെ പുറകിൽ സഞ്ചരിച്ച ആൾക്കാരാണ് പിന്നീട് ഹിന്ദുമഹാസഭകൾ ഉണ്ടാക്കുന്നത്. 1915 ഹിന്ദുമഹാസഭ ഉണ്ടാകുന്നത്. പല പല പേരുകൾ ഉണ്ടാകുന്ന ഹിന്ദുമഹാസഭകളുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ചിന്താഗതികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തു മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങളെയെല്ലാം ശത്രുക്കളായി കണ്ടുകൊണ്ട് അവരുടെ ഇടയിലേക്ക് മാറിയിട്ടുള്ള ആളുകളെയെല്ലാം അവരുടെ പൂർവ്വമതത്തിലേക്ക് എത്തിക്കുക, അതോടൊപ്പം തന്നെ ഹിന്ദുമതത്തെ ഒരു അജയശക്തിയായിട്ട് നിലനിർത്തുക എന്ന് പറയുന്നൊരു വാദഗതിയാണ് ഹിന്ദുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആ ഹിന്ദുമഹാസഭകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടനവധി ഹിന്ദുമഹാസഭകളുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ആ സഭകളുടെ ഒരു പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 1924
ഈ ഹെഡ്ഗേവാറും അതുപോലെ തന്നെ ബാബ റാവു എന്ന് പറയുന്ന ആളും ചേർന്നുകൊണ്ട് ഈ പറയുന്ന ഹിന്ദു മഹാസഭയോട് ബന്ധപ്പെട്ട് വരുന്ന, അതായത് വിവിധ വിഭാഗങ്ങളായിട്ട് വിഘടിച്ചിരിക്കുന്ന ഹിന്ദു മഹാസഭകളെല്ലാം ഒരു കേന്ദ്ര സംഘടനയുടെ കീഴിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം അവർ പങ്കുവയ്ക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 1924 അതായത് ഹിന്ദു മഹാസഭയുടെ സമ്മേളനം നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ BS മൂഞ്ചയെയും ബാബ റാവുവിനെയും ആ ഹിന്ദു മഹാസഭയുടെ ആൾക്കാർ ഒരു സംഘടന ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. ആ സംഘടനയുടെ പേരാണ് അവർ പറയുന്നത് ഹിന്ദു സ്വയം സേവ് സംഘ് എന്ന് പറയുന്ന ഒരു സംഘടനയെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ അതിനോട് ബന്ധപ്പെട്ടാണ് തൊട്ടടുത്ത വർഷം 1925 നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാഗ്പൂരിൽ വെച്ച് RSSൻ്റെ രൂപീകരണം ഉണ്ടാകുന്നു. അപ്പോൾ RSS എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പിന്നിലെ ശക്തി എന്ന് പറയുന്നത് ആര്യസമാജമാണ്. ആര്യസമാജത്തോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഹിന്ദു മഹാസഭകളായിരുന്നു. ആ ഹിന്ദു മഹാസഭകളോട് ബന്ധപ്പെട്ട് വരുന്ന ആശയങ്ങൾ തന്നെയായിരുന്നു ഈ പറയുന്ന RSSൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. തുടക്കം മുതലേ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആശയം എന്ന് പറഞ്ഞാൽ തീവ്ര ഹിന്ദുത്വമാണ് അതിനകത്തുള്ളത്. അവർ വെക്കുന്നത് ആ ഒരു കാഴ്ചപ്പാട് തന്നെയായിരുന്നു. കാരണം ഇപ്പം അതിലെടുത്ത് പറയാവുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ കർണാടകയിൽ 2023 അതായത് RSSനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഒരു നേതാവ് പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് അക്ബറിനെതിരെ പ്രവർത്തിച്ച ഈ രജപുത്ര രാജാവായിട്ടുള്ള റാണ പ്രതാപ് എന്ന് പറയുന്നത് സ്വതന്ത്ര സമര സേനാനിയാണെന്ന് പറയുന്നത്. അതായത് അക്ബർ എന്ന് പറയുന്ന ഒരാൾ ഒരു വൈദിക ശക്തിയായിട്ടാണ് RSSൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ RSSനെതിരെ പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിനെതിരെ യുദ്ധം ചെയ്ത റാണ പ്രതാപ് എന്ന് പറയുന്ന ഒരാൾ ഹിന്ദു മതത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആണെന്നും ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ഭരണാധികാരികളും അല്ലെങ്കിൽ ആ ഇസ്ലാം മതത്തിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇന്ത്യയെ സംബന്ധിച്ച് കോളനിവൽക്കരണത്തിൻ്റെ ഉപജ്ഞാതാക്കളാണെന്നുള്ളൊരു കാഴ്ചപ്പാട് ഈ പറയുന്ന RSS എല്ലാ കാലത്തും നിലനിർത്തുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം RSSനോട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഇപ്പോഴുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർസംഘചാലക് എന്ന് പറയുന്നത് മോഹൻ ഭാഗവതാണ്. അദ്ദേഹം പറയുന്ന ഒരു ആശയം എന്ന് പറയുന്നത് എന്താണ്? ജാതീയമായ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചപ്പാടായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ജാതീയമായിട്ടുള്ള ഒരു വേർതിരിവ് ഉണ്ടായിരുന്നത് കൊണ്ട് സമൂഹത്തിൽ ഒരു ഐക്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ അതായത് ഇസ്ലാം മതമാകട്ടെ ക്രിസ്തു മതമാകട്ടെ അല്ലെങ്കിൽ യൂറോപ്യന്മാരെല്ലാം ഇന്ത്യക്ക് വന്നപ്പോൾ ഈ ജാതീയതയോട് ബന്ധപ്പെട്ട് വരുന്ന സമൂഹത്തെ ഇല്ലാതാക്കി അത് ഇന്ത്യയുടെ ഐക്യത്തെ ഇല്ലാതാക്കുന്ന ഒരു അഭിപ്രായം ഇവർ പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് തന്നെ ഇവരെപ്പോഴും പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവർ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാറില്ല. ഇവർ പറയുന്ന കാര്യങ്ങൾ യഥാസമയം അല്ലെങ്കിൽ എപ്പോഴാണ് അവർക്ക് മാറ്റി പറയേണ്ടത് ആ സാഹചര്യം അനുസരിച്ച് പറയുന്നൊരു പ്രവണത ഈ RSSൻ്റെ നേതൃസമൂഹം എല്ലാ കാലത്തും നിലനിർത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഇസ്ലാമിനോട് ബന്ധപ്പെടുത്തി ഇത്തരം വിമർശനങ്ങൾ പറയുമ്പോൾ തന്നെ ഇവർ പറയുന്നത് എന്താണ്? ഇന്ത്യ എന്ന് പറയുന്നത് നാനത്വത്തിൽ ഏകത്വം എന്നൊരു കാഴ്ചപ്പാടുമായി നിലനിൽക്കുന്നതാണ് ഇന്ത്യ എന്ന് ഈ മോഹൻ ഭാഗവത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്. അതുമാത്രമല്ല ഈ നാനത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യയുടെ തന്നെ ഒരു ആശയമാണെന്നും അത് ഏറ്റവും മനോഹരമായൊരു കാഴ്ചപ്പാടാണെന്ന് അദ്ദേഹം പറയുന്നത്. അതായത് ജാതിയുടെയോ ഭാഷയുടെയോ സംസ്കാരത്തിൻ്റെയോ ഏകീകരണമില്ലാതെ തന്നെ ഇന്ത്യയുടെ ഐക്യം സാധ്യമാണെന്ന് പറയുന്ന അതേ RSS നേതാക്കന്മാർ തന്നെയാണ് ഇസ്ലാം മത വിരുദ്ധത പറയുന്നത്. കാരണം രാമക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ സ്ഥാപനമുണ്ടായപ്പോൾ അന്ന് മുതലാണ് ഇന്ത്യ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം നേടിയെന്ന് പറഞ്ഞതും ഇതേ മോഹൻ ഭാഗവത് തന്നെയായിരുന്നു. അപ്പോൾ ഈ രാമക്ഷേത്രം എന്ന് പറയുന്നത് നമുക്കറിയാം, രാമക്ഷേത്രം എന്ന് പറയുന്നത് ഇസ്ലാം മത വിശ്വാസികളുടെ മേൽ നേടിയ ഒരു വിജയത്തിന് അടയാളമായിട്ടാണ് RSSോ ഹിന്ദു മഹാസഭകളോ അല്ലെങ്കിൽ VHPയോ അല്ലെങ്കിൽ ഇതുപോലുള്ള BJP എല്ലാം കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തെ അതായത് ഇന്ത്യയിലുണ്ടാകുന്ന ജനവിഭാഗങ്ങൾ, ഇന്ത്യയിലെ തദ്ദേശീയരായിട്ടുള്ള ജനവിഭാഗങ്ങൾ, ഇന്ത്യയിലെ പൗരന്മാരായിട്ടുള്ള ജനവിഭാഗങ്ങളെല്ലാം ജാതീയമായ മതപരമായ വംശീയമായ വേർതിരിവോടുകൂടി എന്നും കണക്കാക്കുന്ന ഒരു വിഭാഗമാണ് RSS എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്നൊരു അഭിപ്രായം ക്ഷേത്രത്തോട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അയോധ്യയോട് ബന്ധപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്, അതായത് ഈ ഇന്ത്യ എന്ന് പറയുന്നത് അഖണ്ഡ ഭാരതം എന്നൊരു അഭിപ്രായം അദ്ദേഹം വെച്ചിട്ടുണ്ട്. അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് ജ്യോതിഷ് ശാസ്ത്രപ്രകാരം ഭാരതം എന്ന് പറയുന്നത് 20-25 വർഷങ്ങൾക്കുള്ളിൽ അഖണ്ഡ ഭാരതമാകുമെന്നാണ് പറയുന്നത്. അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്കറിയാം. അതായത് ഇന്ത്യ വിഭജിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു ഭാരതത്തെ പറ്റിയാണ് പറയുന്നത്. അതിൽ മ്യാൻമാറുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, പാകിസ്ഥാനുണ്ട്, അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ പരമാധികാരത്തെ എല്ലാം കവർന്നെടുത്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഭൂപ്രദേശങ്ങളെല്ലാം ഒത്തൊരുമിപ്പിച്ച് ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുമെന്ന് പറയുന്ന ഒരു മോഹമാണ് മോഹൻ ഭാഗവത് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ തന്നെയാണ് ഇത്തരം അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത്. കാരണം ജാതീയമായിട്ടുണ്ടാകുന്ന വംശീയമായിട്ടുണ്ടാകുന്ന ഒരു ഉണർവിനെ സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന വിഭാഗങ്ങൾക്കെതിരെ അതായത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്നും നിലനിൽക്കാൻ ശ്രമിക്കുന്ന ഒരു ആശയം തന്നെയാണ് RSS എന്ന് പറയുന്നത്. RSS ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് 1925 1925 തുടങ്ങി 2025 എത്തുമ്പോൾ അതിന് 100ാമത്തെ വാർഷികമാണ് കടന്നുപോയത്. ആ 100ാമത്തെ വാർഷികത്തിൽ അതിൻ്റെ എണ്ണം അല്ലെങ്കിൽ അതിൻ്റെ ശാഖകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 60,000-ഓളം ശാഖകളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്.